UAE തണുപ്പാലൊക്കെ തുടങ്ങി, ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീണ്ടും വേറൊരു ഫാം വിസിറ്റ് ആയിട്ട് വന്നിട്ടിരിക്കുകയാണ്. ഈ ഫാമിൽ ആർക്ക് വേണേലും വരാൻ കേട്ടോ. ഇപ്പോൾ നിറച്ച് കൂസയുടെ കൃഷിയാണ്. ഈ സൈഡിലും കൂസ, ആ സൈഡിലും കൂസ. നമ്മുടെ ഈ ഗൾഫിൽ മെയിനായിട്ട് കാണപ്പെടുന്ന ഒരു വെജിറ്റബിൾ ആണ് കൂസ. നാട്ടിൽ ഈ വെജിറ്റബിൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ കാണുന്ന ടെന്റ് മുഴുവൻ കുക്കുംബറാണ്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് മസാഫിയിലാണുള്ളത് കേട്ടോ. ഈ ഒരു സൈഡ് തൊട്ട് അപ്പുറത്തെ സൈഡ്, ഇപ്പം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇവരിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവരുടെ കൂടെ കൂടി കേട്ടാ. പൂസ പറിക്കും. ദിവസക്കൂലി എത്ര? ദിവസക്കൂലി എത്ര? കൂലിയല്ല, ഫ്രീ ആയിട്ട് പറിച്ചു കൊടുക്കും. നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ പറിക്കാൻ. मुलुक नहीं गए, अभी गया था अभी 1.5 साल हो गया मुलुक गया. അവര് ഗ്ലൗസ് ഇട്ടാ പറിക്കുന്നത്. ചെറിയ മുള്ളു പോലക്കുന്ന ഇതുണ്ട്, അരപ്പലും കൈ കൊള്ളുന്നു. കെമിക്കൽ അടിക്കുന്നുണ്ടോ? വിഷം ഈ കാണുന്ന എല്ലാ ടെന്റിലും കുക്കമ്പറാണുള്ളത്. കുഞ്ഞു കുക്കുംബർ കണ്ട, കുഞ്ഞു കുക്കുംബർ. നമുക്കിങ്ങനെ വന്നിട്ട് കഴുകണമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇവർ പറിക്കുന്നതിന് 2 ദിവസം മുമ്പേ മരുന്നടിക്കുന്നത്. ഇപ്പം നമ്മളൊന്ന് കഴിക്കാൻ പോകണം. ചെറുത് പറിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കോവയ്ക്കൊക്കെ നാട്ടിൽ തിന്നത്തില്ലേ, ചെറിയ കോവയ്ക്ക നല്ല ടേസ്റ്റ് ഇല്ലേ. അപ്പം ചെറുത് പറിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതുപോലത്തെ ഒരു ഒന്നല്ല, ഒരു 10, 15, ഒരു 20 ടെന്റെങ്കിലും കാണാം. എല്ലാം ഇങ്ങനെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. കുക്കുംബർ കണ്ടോ, വലിയതുണ്ട്. ഇതിനകത്ത് അവർ വിളവെടുത്തിട്ടില്ല, വിളവെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാ സംഭവമൊക്കെ ഉണ്ട്, കുലകുലയായി കിടപ്പുണ്ട്. പോന്നേരം നമുക്കിവർ കുറച്ച് തന്നുവിടുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മൾ വർഷങ്ങളായിട്ടുള്ള വിസിറ്റേഴ്സാണ്, ബന്ധമാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു വേനലാകുന്ന സമയത്ത് നമ്മളിവിടെ നമ്മുടെ അയൽ രാജ്യക്കാരാണ്, നമ്മുടെ ഫ്രണ്ട്സ്. ബംഗ്ലാദേശിൽ നിന്നുള്ളതാണ് ആൾക്കാർ മൊത്തം ഇവിടെ ജോലി ചെയ്യുന്നത്. നമ്മുടെ പല വീഡിയോയിലും നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു എലന്തപ്പഴത്തിനെ കുറിച്ച്. ഇപ്പൊ ഈ ഒരു എലന്തപ്പഴത്തിന്റെ സീസണാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് പച്ചയും നല്ല പാകമായതാണ് ഇത് കേട്ടോ. ഇത് പച്ചയാണ്, പച്ചയ്ക്ക് അത്ര വലിയ ടേസ്റ്റ് ഇല്ല, പഴുത്തനാണ് ടേസ്റ്റ്. നമ്മുടെ ആപ്പിൾ ഉണ്ടല്ലോ, ആപ്പിളിന്റെ ടേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ആപ്പിൾ ബർ എന്നുള്ളൊരു പേരുള്ളത്. നമ്മളിവിടെ വിളഞ്ഞതുണ്ടെങ്കിൽ പറിക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. നിറച്ചുണ്ട് കേട്ടോ, ഈ ചെടി നിറച്ചുണ്ട്. വിളഞ്ഞെന്ന് പറയുമ്പോൾ ഒരുമാതിരി ഒരു മഞ്ഞ കളറായിരിക്കും. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇതൊരു പച്ച കളറാണ്. ഇതൊന്നും അധികം വിളയാത്തതാണ്. നല്ല മഞ്ഞ കളർ നോക്കിയിട്ടാണ് നമ്മൾ പറിക്കേണ്ടത്. അതിന് നല്ല മധുരം എന്ന് പറയുന്നത് നമ്മൾ ആപ്പിളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. ആപ്പിളിൻ്റെ ഇത് അച്ചാറിടാനൊക്കെ നല്ലതാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് അച്ചാറിട്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായത് നമ്മുടെ മാങ്ങാച്ചാറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ഇപ്പൊ കൂസയുടെ സീസൺ ആണ്. ഇത് വലിയ കൂസയാ കേട്ടോ, വലിയൊരു കൂസയാ. ഇത് ഹോട്ടലിലൊക്കെ പോകും, റെസ്റ്റോറൻറ്റിലൊക്കെ. ഈ ഒരു ഭാഗം നിറച്ച്, അപ്പുറത്തെ വശം നിറച്ച് കുക്കുംബർ കണ്ടോ. കുക്കുംബർ കണ്ടോ, കുക്കുംബർ കുക്കുംബർ. ഇത് മൊത്തം കുക്കുംബർ. അങ്ങോട്ട് നിരന്ന് കിടക്കണം മൊത്തം. ഇന്ന് വൈകുന്നേരം ലോഡ് പോകേണ്ട സാധനം. നാളെ അബീർ മാർക്കറ്റിലും റാസക്കമ്മ മാർക്കറ്റിലും ഇതുകൊണ്ട് ഇറക്കാനുള്ള സാധനം.